നമസ്തേ. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 തലങ്ങളെ കുറിച്ചാണ്. അതായത് സന്തോഷവും വിഷമവും. സന്തോഷത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വിഷമം എന്നുള്ള, അല്ലെങ്കിൽ സങ്കടം, ദുഃഖം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ. ഇതിൽ ഈ സന്തോഷം എന്ന് തന്നെ നമ്മളൊരു 3-4 വട്ടം പറഞ്ഞാൽ തന്നെ നമ്മൾ ശരിക്കും ഒരു സന്തോഷത്തിൻ്റെ തലത്തിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ ദുഃഖം എന്ന് തന്നെ ഒരു 3-4 വട്ടം പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു താഴ്ന്ന തലത്തിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതാണ് ആ വാക്കുകളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ അവരുടെ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തിനെ അല്ലെങ്കിൽ ഒരു സങ്കടത്തിനെ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ അവർ ആ പ്രശ്നത്തിനെ അത്രയും നിസാരമായ ഒരു കോമഡിയാക്കി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളവിടെ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇവർക്ക് എങ്ങനെ ഇത്രയും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ പ്രശ്നത്തിനെ എങ്ങനെ ഇവർക്ക് ഇങ്ങനൊരു കോമഡിയാക്കി പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും അപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരങ്ങനെ ചെയ്തതുകൊണ്ട് അത്രയും വലിയൊരു പ്രശ്നത്തിനെ അവർ കോമഡിയാക്കി പറഞ്ഞ് ചിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത എത്രത്തോളം അവരുടെ മനസ്സിൽ അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നു, എത്രത്തോളം കാഠിന്യം ആ പ്രശ്നത്തിന് കുറയുന്നു, അത് അവരുടെ മനസ്സിനെ എത്രത്തോളം തണുപ്പിക്കുന്നു, അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ശരിക്കും ഈ ദുഃഖം എന്ന് പറയുന്ന കാര്യം നമുക്ക് ആവശ്യം ഉണ്ടോ? ആർക്കും ആവശ്യമില്ലല്ലേ? ദുഃഖം ആർക്കും ഇഷ്ടമല്ല, നമുക്കത് ആവശ്യമില്ല. ഈ ദുഃഖം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മാറ്റണ്ടേ, അത് മാറണ്ടേ? ദുഃഖം നമുക്ക് ആവശ്യമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ദുഃഖത്തിനെ നമ്മൾ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടത് സന്തോഷമാണ്. ദുഃഖം നമ്മളോട് പറയുകയാണ്, എനിക്ക് നിന്നെ നോവിക്കാൻ കഴിയും, എനിക്ക് നിന്നെ കരയിപ്പിക്കാൻ കഴിയും എന്ന് ദുഃഖം നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, എനിക്ക് നോവാൻ താല്പര്യമില്ല, എനിക്ക് കരയാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖത്തിൻ്റെ അടുത്തുനിന്ന് മാറുക. എങ്ങോട്ടാണ് മാറുന്നത്? നമ്മൾ സന്തോഷത്തിലേക്ക് മാറുക, സന്തോഷത്തിൻ്റെ തലത്തിലേക്ക് മാറുക. നമുക്കങ്ങനെ മാറാൻ കഴിയും. നമ്മുടെ മനസ്സിന് നമുക്കിഷ്ടമുള്ള തലത്തിലോട്ട് മാറാൻ കഴിയും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം എന്ന് പറയത്തില്ലേ, അതേപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഈ ദുഃഖത്തിൻ്റെ ചിന്തകളെ കളഞ്ഞിട്ട് നമ്മൾ ആ സന്തോഷത്തിൻ്റെ ചിന്തകളിലേക്ക് മാറുകയാണ്. സന്തോഷത്തിൻ്റെ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും അറിഞ്ഞുകൊണ്ട് മാറുകയാണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത്. ദുഃഖം വരുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറാനായിട്ട് നോക്കണം. ദുഃഖിക്കില്ല എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിനെ സന്തോഷം മാത്രമേ ഊട്ടൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാൽ പിന്നെ ഒരു പരിധിവരെ അങ്ങനെ തന്നെ ആയിരിക്കും. സന്തോഷത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പാടുപെട്ട് ഒരു ജോലി നമ്മൾ ചെയ്യുന്നതും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഈ സന്തോഷത്തെ നേടാനുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും സന്തോഷിക്കാൻ കഴിയും. ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എവിടോ ഒളിഞ്ഞിരിക്കുവാണ്. അതിനെ കണ്ടെത്തേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ സന്തോഷത്തെ കണ്ടെത്തുക, അതിനെ താലോലിക്കുക. സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടെ സന്തോഷം കെട്ടുപോകുന്നതാണല്ലോ ഒരു പ്രശ്നം.
മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത്. അത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും. അതനുസരിച്ച് നമ്മൾ മനസ്സിനെ ഒരുക്കുക. മാനസികാവസ്ഥ അതനുസരിച്ച് എൻ്റെ മനസ്സിന് ഞാൻ മാത്രമേ ഉള്ളൂ, അതിനെ സന്തോഷമായി നയിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് സ്വയം പറയുക. എല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പ്, ചോയ്സാണ്. ദുഃഖമായാലും സന്തോഷമായാലും ഏതാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാം. ഹ്രസ്വമായ ഈ ജീവിതത്തിൽ ദുഃഖം എന്തിനാണ് നമുക്ക്? ആ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ ഒരു പരിധിവരെ ഏതൊരു ദുഃഖത്തെയും നമുക്ക് നമ്മുടെ പരിധിയിലാക്കാൻ കഴിയും. വലുതായിട്ട് അങ്ങനെ വിഷമിക്കാനും ഒന്നും നിന്നു കൊടുക്കരുത് ലൈഫിൽ. കാരണം അപ്പം നമുക്ക് ചിലപ്പോൾ അതിന് മാത്രമേ സമയം കിട്ടിയെന്നു വരും. അത്രയ്ക്ക് ചാലഞ്ചിങ് ആണല്ലോ ലൈഫെന്ന് പറയുന്നത്. സോ കരയാനുള്ള കാര്യങ്ങൾ കൂടി ചിരിക്കാനുള്ള ഒരു വകയാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കും. ശ്രമിച്ചാൽ സാധിക്കും. അതിനുള്ള കാര്യങ്ങൾ വഴിയെ പറയാം. There are so many reasons to be happy എന്ന് കേട്ടിട്ടില്ലേ? There are so many beautiful reasons to be happy എന്ന്. അതായത് സന്തോഷിക്കാനായിട്ട് ഒരുപാട് മനോഹരമായ കാരണങ്ങൾ ഉണ്ടെന്ന്. അത് വെറുതെ പറയുന്നതല്ല. സന്തോഷം എന്നത് പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഉദാഹരണത്തിന് നമ്മുടെ ചെറുപ്പകാലത്തിലെ ചില മധുരമുള്ള ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലേ? ആരെങ്കിലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നതോ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ പാടത്തിലും പറമ്പിലും ഒക്കെ കളിച്ച് നടന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ? ഒരുപാട് പ്രിയപ്പെട്ടതാണല്ലേ? ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അറിയുമോ സന്തോഷത്തിലേക്ക് എത്താനായിട്ടുള്ളത്? അതെല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ട് എനിക്ക്. അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.